ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 53/2024 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? ഇത് മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാവശ്യത്തെ നിറവേറ്റാനില്ലതാനും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏത്? അംഗീകാരം നൽകിയ ദിവസമാണ് നവംബർ 26. അത് നിലവിൽ വന്ന ദിവസമാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നവംബർ 26 നാഷണൽ ലോ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. നമുക്കറിയാം എന്തൊക്കെയാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അതേപോലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? 1ഉം 3ഉം. ഏതൊക്കെയാണത്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാടും ആരുടെയായിരുന്നു? വൈകുണ്ഠസ്വാമിയുടെയായിരുന്നു. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? അവസാനം നടത്തിയ പ്രതിഷ്ഠ കളവൻകോട്. ആദ്യം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്, അവസാനം നടത്തിയത് കളവൻകോട്. കളവ് പോയി. അവസാനമായിട്ട് വെച്ചത്, അവസാനമായിട്ടതല്ല, ആളവിടെ കൊണ്ടുപോയി കളവൻകോടിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ അത് കളവ് പോയതുകൊണ്ട് അത് പുള്ളിക്കാരൻ അവസാനത്തെയായിട്ട് ആക്കി. ശ്രീനാരായണ ഗുരു. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ: പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇത് ആക്ച്വലി ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ടാണ് ഇത്ര റിനൈസൻസ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നുള്ള LDCക്കൊക്കെ ഇത്രയും റിനൈസൻസ് വരുമെന്ന്. അതും ഇത് പഴയ ബേസിക് റിനൈസൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ: പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇതിൽ? ശ്രീ കുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് 1ഉം 3ഉം മാത്രമാണ്. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ലോകമഹായുദ്ധം നടത്തിയപ്പോൾ നമുക്ക് ഇവിടെയുള്ളവർക്ക് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ കുമാരനുമാണ് ഈ പുള്ളിക്കാരൻ. ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ആൾക്ക് നടത്താൻ ഒരു ജാഥ പോലെ ഇങ്ങനെ നടത്തി. പിന്നെ പാട്ടുകളിലൂടെ ജാഥ നടത്തിയപ്പോൾ പാട്ടൊക്കെ പാടി, ഈ ഗുലാബ് സിന്ദാബാദ് എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടിട്ടാണ് നടത്തിയതെന്നൊക്കെ ഓർത്തിരിക്കുക എന്തെങ്കിലുമൊക്കെ. പിന്നെ വില്ലുവണ്ടി യാത്ര നടത്തിയത് നമ്മുടെ അയ്യങ്കാളിയാണ്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങളേവ? LMSഉം ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ശരിക്കും 3 ഉണ്ട്: കൊച്ചി, തിരുവനന്തപുരം, മലബാർ. ഈ LMS എനിക്കൊന്ന് ട്രാവൻകൂറിലായിരുന്നു. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലായിരുന്നു. പിന്നെ 2 കൂടി കമ്പൈൻ ചെയ്ത് കൊച്ചിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. LMSഉം ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് ഉത്തരം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൾ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘമാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. നമുക്കിതിൻ്റെയൊക്കെ വർഷം കൂടി ആദ്യം നോക്കാം. ഈ വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജമാണ് ആദ്യത്തെ ഒരു സംഘടനയെന്ന് പറയുന്നവർ. അത് 1836 സമത്വ സമാജം. ഇനി അത് കഴിഞ്ഞാൽ 1903 വന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് അടുത്തത്. അങ്ങനെ ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ ഓർഡറാണ് ഞാൻ പറയുന്നത്. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം 1907, കേരള മുസ്ലിം ഐക്യ സംഘം 1922. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. 1940 ജൂലൈ 31. ഉത്തരം: ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ദിവസമാണ് 1940 ജൂലൈ 31 എന്ന് പറയുന്നത്. ഇനി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഭഗത് സിംഗും രാജ്ഗുരു സുഖദേവ് ഇവരെയൊക്കെ തൂക്കിലേറ്റിയത് മാർച്ച് 23, 1931 31. അപ്പോൾ ആദ്യം തൂക്കിലേറ്റിയത്, നമ്മൾ മെയിനായിട്ട് തൂക്കിലേറ്റിയത് പഠിക്കുന്നത് ഭഗത് സിംഗും ഉദ്ധം സിംഗിനെയാണ്. ഈ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. ഉദ്ധം സിംഗിനെ എപ്പോഴാണെന്ന് പറഞ്ഞാൽ 1940 പറഞ്ഞത്. ജൂലൈ 31 അല്ലേ. വേൾഡ് വാർ 2 തുടങ്ങിയത് 1939 സെപ്റ്റംബർ 3 വേൾഡ് വാർ 2 തുടങ്ങിയത്. പിന്നെ INC അല്ല, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരം ലോഞ്ച് ചെയ്തത് 1942 8 ഓഗസ്റ്റിനാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഭഗത് സിംഗിനെ തൂക്കിലേറ്റത് 1931.
ഏതോ ഒരു ജൂലൈ അല്ല, മാർച്ച് 23-നായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം 1939 സെപ്റ്റംബർ 3-നായിരുന്നു. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31-നായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഓഗസ്റ്റ് 8, 1942. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പിന്നെ ഇങ്ങോട്ട് മാറും തോറും മെഷീനറീസ് ഒക്കെ വരും. അപ്പോൾ നമ്മുടെ ജോലി സാധ്യതകൾ കുറയും. മെഷീൻ ഓപ്പറേറ്റേഴ്സാണ് കൂടുതൽ വേണ്ടി വരിക. പ്രാഥമിക മേഖലയിൽ തൊഴിലവസരങ്ങൾ കൂടുതൽ ലഭ്യമാകുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. പഞ്ചവത്സര പദ്ധതിയിലെ ലക്ഷ്യങ്ങളുടെ ജോഡി കറക്റ്റാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം കാർഷിക മേഖലയുടെ പുരോഗതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയുടെ പുരോഗതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4 സ്വാശ്രയത്വം. അപ്പോൾ 1 കാർഷിക മേഖല, 2 വ്യാവസായിക മേഖല, 3 ഭക്ഷ്യ സ്വയം പര്യാപ്തത, 4 സ്വാശ്രയത്വം. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് കറക്റ്റ്? UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം, ഈ 2 കാര്യം. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം അതിലൊരു കണ്ടെത്താനുള്ള ഒരു ഫാക്ടറാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. സാംസ്കാരിക വൈവിധ്യം, അഴിമതിരഹിത ഭരണമൊന്നും അതിൽ വരുന്നില്ല. ഈ മാനവ വികസന സൂചികയുമായിട്ട് ബന്ധമില്ല. പിന്നെ എന്താണ്? കേരളത്തിൽ നിന്നും 13ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി. മിന്നുമണി ഏത് ജില്ലക്കാരിയാണ്? നമ്മളുടെ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലക്കാരിയാണ് മിന്നുമണി. 14ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ, നമ്മൾ മെയിൻലി കലാപങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബംഗാളാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ ഇത് അവിടെയല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ രാജസ്ഥാൻ, മനസ്സിലായ ആ ഒരു സൈഡിലാണ് ഈ വടക്ക് പടിഞ്ഞാറൻ എന്ന് പറയുന്നത്. അവിടെ നടത്തിയ സമ്പ്രദായം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അവിടെ മഹൽവാരി ആയിരുന്നു. അവിടെ എന്തായിരുന്നു? മഹൽവാരി. ഈ ശാശ്വത പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നടന്നത് ബംഗാളിലാണ്. അപ്പം നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് അത് തന്നെ. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവർണർ ജനറൽ കോൺവാലിസ് in 1793. Permanent settlement, which is also known as Permanent Settlement of Bengal, was an agreement between the British East India Company and the landlords of Bengal to fix the land revenue. അപ്പോൾ എവിടെയായിരുന്നു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നടന്നത്? ബംഗാളിലായിരുന്നു. കോൺവാലിസ് ആണ് അത് തുടങ്ങിയ ആൾ, ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ. 1793 1793 ഈ സംഭവം പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. അടുത്തത് റൈറ്റ് വാരി സിസ്റ്റം. ദി സിസ്റ്റം ഓഫ് ലാൻഡ് റവന്യൂ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ 18th century by Thomas Munro, governor of Madras. This was practiced in the Madras, Bombay areas as well as the Assam Coorg provinces. In this system, the peasants or cultivators were regarded as the owners of the land. ഇനി റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ നേരെ താഴോട്ട് വരിക. മദ്രാസിൽ ഉണ്ടായിരുന്നതാണ് റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. കേരളത്തിൽ പിന്നെ ഇങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നും നടന്നില്ലല്ലോ കാര്യമായിട്ട്. അപ്പോൾ റൈറ്റ് വാരി സിസ്റ്റമാണ് ഈ നമ്മുടെ താഴോട്ട് മദ്രാസിലുണ്ടായിരുന്നത്. അതിൽ പെസൻസ്, ഈ കർഷകരായിരിക്കും ഭൂമിയുടെ ഓണർ എന്ന് പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. ഇനി അടുത്തത് മാൻസബ്ദാരി സിസ്റ്റം വാസ് എ ഗ്രേഡിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ ദ മുഗൾ റൂളേഴ്സ് ടു ഫിക്സ് ദ റാങ്ക് ഓഫ് ദ സാലറി ഓഫ് ദ മാൻസബ്ദാർ. ഇനി ഒരു മഹൽവാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഹോൾ മെക്കൻസ് ഇൻ 1822 and it was reviewed under the Lord William Bentinck in 1833. This system was introduced in the northwest frontier, Agra, Central Province, Gangetic Valley, Punjab, etc. This had elements of both സെമിന്ദാരി ആൻഡ് റൈറ്റ് വാരി. സെമിന്ദാരി സിസ്റ്റത്തിൻ്റെയും റൈറ്റ് വാരി സിസ്റ്റത്തിൻ്റെയും ഇതുണ്ടായിരുന്നു. ഇനി എന്താണ് സെമിന്ദാരി സിസ്റ്റം എന്ന് വെച്ചാൽ, സെമിന്ദാരി എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തുനിന്നില്ല, മൊത്തത്തിലുള്ളതാണ്. സെമിന്ദാർസ് were made the owners of the land and were given the right to collect the rents from the peasants. The rent or the total amount collected by the semindar was divided into 11 parts, where 10/11 of the share belonged to the East India Company and only 1/11 share was kept to be the സെമിന്ദാർ. സെമിന്ദാർ സിസ്റ്റത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്തൊന്നും സെമിന്ദാർ സിസ്റ്റത്തിൽ പറയുന്നില്ല. ഇവരായിരുന്നു കളക്ട് ചെയ്യാനുള്ള ടാക്സ് കളക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ സെമിന്ദാർസിനെ പറയാം. ഇവർ കർഷകരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് 11 ഭാഗമാക്കി മുറിച്ച് കഴിഞ്ഞിട്ട് 10 ഭാഗം നമ്മൾ കമ്പനിക്ക് കൊടുക്കണം, 1 ഭാഗം സെമിന്ദാറിന് എടുക്കാം. അപ്പോഴും കർഷകർക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു മഹൽവാരി നമ്മുടെ നോർത്ത് വെസ്റ്റിലായിരുന്നു, പിന്നെ നമ്മുടെ റൈറ്റ് വാരി മദ്രാസിലായിരുന്നു, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ബംഗാളിലായിരുന്നു, മാൻസബ്ദാരി വേറെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ സെമിന്ദാർ സിസ്റ്റത്തിലും വേറെ ഈ കാര്യമായിട്ട് എവിടെയാണെന്നൊന്നും പറയുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പഴയതാണ് ഇച്ചിരി.
അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കരിമ്പ് എവിടെയായിരുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ പഞ്ചസാര പണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഉത്തർപ്രദേശിലായിരുന്നു. തേയില ആസാം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. നമുക്ക് എളുപ്പമായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ അല്ല. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ അല്ല. എന്ത് ചെയ്യുന്നു? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മാത്രമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ, അതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, ഇനി ബാക്കി കമ്മീഷനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സർക്കാരിയ കമ്മീഷൻ എന്ന് വെച്ചാൽ സർക്കാർ തന്നെ നിങ്ങൾ ഓർക്കുക. ഏത് സർക്കാർ? കേന്ദ്ര സർക്കാരും നമ്മുടെ സ്റ്റേറ്റിൻ്റെ സർക്കാരും തമ്മിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1983 by the Central Government of India. The Sarkaria Commission's charter was to explain the central-state relationship on various portfolios and suggest changes within the framework of the Constitution of India. സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് സർക്കാരിയ കമ്മീഷൻ. ഇങ്ങനെ ഓർത്താൽ മതി. സെൻട്രലിൻ്റെ സർക്കാരും കേന്ദ്ര സർക്കാരും കേരള സർക്കാരിൻ്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കേരളം മാത്രമല്ല ഏത് സ്റ്റേറ്റിൻ്റെയും. അടുത്തത് മണ്ഡൽ കമ്മീഷൻ ഏതിനായിരുന്നു? ഈ ബാക്ക്വേർഡ് നമ്മൾ ചില ആൾക്കാർ പറയില്ലേ മണ്ടന്മാരാണെന്ന് വെച്ചാൽ ബാക്ക്വേർഡ് ക്ലാസ്സിനാണ് പറയുന്നത്. പണ്ട് അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, ഇന്നിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? മണ്ടന്മാരെന്ന് പറയും. അതാണ് മണ്ഡൽ കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1979. ആർക്ക്? എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ടായിരുന്നു, സീറ്റ് റിസർവേഷൻ. ഇനി അപ്പോയിൻറ്റഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ആരാ അപ്പോയിൻറ്റ് ചെയ്ത്? ജവഹർലാൽ നെഹ്റു 1953. അതിൻ്റെ കാര്യമായിട്ടാണ് നമുക്ക് ആന്ധ്ര ഫസ്റ്റത്തെ ഭാഷാടിസ്ഥാനമായിട്ടുള്ള സ്റ്റേറ്റ് ഫോം ചെയ്തത്. പിന്നെ 1956 എല്ലാ സ്റ്റേറ്റും വന്നു. ദ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഫസൽ അലി വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ചെയർമാൻ ആൻഡ് ഇറ്റ്സ് അതർ 2 members were H.N. കുൻസ്രു ആൻഡ് K.M. പണിക്കർ. ഇവരായിരുന്നു അത്. ദ ഷാ കമ്മീഷൻ. ഇനി ഷാ കമ്മീഷൻ, 2 ഷാ കമ്മീഷൻ ഉണ്ടായിരുന്നു. 1977 ഒരു ഷാ കമ്മീഷൻ, അത് നാഷണൽ എമർജൻസിയിൽ വയലൻസ് ഒക്കെ ഉണ്ടാക്കിയവരെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാ കമ്മീഷൻ ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചാബും ഹരിയാനയും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ള ഒരു കമ്മീഷനും ഷാ കമ്മീഷനായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തായിരുന്നു സർക്കാർ കമ്മീഷൻ? സെൻട്രൽ സ്റ്റേറ്റിൻ്റെ കമ്മീഷൻ, സർക്കാരിനെ പറ്റി പഠിക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ മണ്ടന്മാരെന്ന് പറയുന്നത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള മണ്ടന്മാരെ പറ്റി അന്വേഷിച്ചു. മണ്ടന്മാരല്ല, ദേവിയത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം മണ്ഡൽ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 ജവഹർലാൽ നെഹ്റു അപ്പോയിൻറ്റ് ചെയ്തു. ഫസൽ അലി, H.N. കുൻസ്രു, P.N. പണിക്കർ. ഷാ കമ്മീഷൻ 2 ഷാ കമ്മീഷനുണ്ട്. പഞ്ചാബ് ഹരിയാന സ്പ്ലിറ്റ് ചെയ്തപ്പോഴുള്ള ഒരു ഷാ കമ്മീഷനുണ്ട്. പിന്നെ നാഷണൽ എമർജൻസിയുടെ സമയത്ത് വയലൻസ് ഉണ്ടാക്കിയതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാ കമ്മീഷനുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആര്? അതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. പുള്ളിക്കാരനാണ് ഈ ഒരു നേതൃത്വം എടുത്തതും. നാട്ടുരാജ്യ സംയോജനത്തിനുള്ള ആ ഒരു കരുത്ത് വേണമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആവശ്യം സ്വീകരിച്ച്? നമുക്കറിയാം, റഷ്യ. ഇവിടെ സോവിയറ്റ് യൂണിയൻ എന്ന് കൊടുത്തിരിക്കുന്നു, കറക്റ്റാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് ഒഴുകുന്നത്, വെള്ളമല്ല, പാലിൻ്റെ വിപ്ലവത്തിനെയാണ്, ധവള വിപ്ലവത്തിനെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏത്? ഓഫ് കോഴ്സ് നമുക്കറിയാം, സ്വത്തവകാശമാണ് ഇതിൽ മൗലിക അവകാശമല്ലാത്തത്. 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം എന്ത്? നമുക്കറിയാവുന്നതാണ്. 86 ഭേദഗതി എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്നതാണ് 86th അമെൻമെൻറ്റ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ആരിലാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെൻറ്റിനും. എനിക്ക് തോന്നുന്നു 21 അല്ലെങ്കിൽ 24ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ഇത് പാർലമെൻറ്റിനാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് പറയുന്നത്. 21 24ാമത്തെയോ അമെൻമെൻറ്റാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഇനി അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നോക്കിയിടും. ഹലോ,
പാർലമെൻറ്റിന് കൊടുത്ത് 24ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. 24ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് കേട്ടോ. 24 ആണ്, 21 അല്ല. 21 കുറച്ച് ലാംഗ്വേജസ് ചേർത്താണ്. 24th അമെൻമെൻറ്റ് വഴിയാണ് പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏത് ജില്ലയിലാണ് സമുദ്രമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കോട്ടയം ജില്ലയാണ്. കോട്ടയം കേരളത്തിൻ്റെ മറ്റു ജില്ലകളുടെ ഇടയിൽ കിടക്കുവാണ് കോട്ടയം. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫി. സാഗറേലിയസ് ജക്കി എന്ന് പറയുന്ന പോലെ ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് ആ തടാകം? ശാസ്താംകോട്ട. അത് ഏത് ജില്ലയാണ്? കൊല്ലം. 29ാമത്തെ ക്വസ്റ്റ്യൻ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയാണ് NW3 നാഷണൽ വാട്ടർവേ 3. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ്, ആകെ ഒരെണ്ണേ ഉള്ളൂ, ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം സൈലന്റ് വാലി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഒന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ഏത് രാജ്യവുമായാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത്. ഉത്തരമഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരമഹാസമുദ്രത്തിൽ അങ്ങ് നോർത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്നാണ്? എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. 2695 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ്. ആനമുടി 2695. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ. ഹിമാലയൻ നദി അല്ലാത്തത് എന്ത്? രവി, യമുന, അളകനന്ദ. ഇവ മൂന്നും ഹിമാലയൻ നദിയാണ്. മറ്റേ കൃഷ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട്, ഇന്ത്യയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇന്ത്യൻ പെനിൻസുല, അങ്ങനത്തെ ഒരു സൗത്ത് ഇന്ത്യൻ നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ്. ഏറ്റവും കുറവ് വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. കൂടുതൽ ചോദിച്ചാൽ ഒളവണ്ണ അങ്ങനെ ഏതോ ആണ്. അപ്പോൾ ഒള എന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. വള കുറഞ്ഞ കുഞ്ഞി വട്ടമുള്ളതാണ് ചെറുത്, വലുതാണ് ഒള. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലാണ്? നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമട കായലിലും പ്രസിഡൻസ് ട്രോഫി നടക്കുന്നത് അഷ്ടമുടി കായലിലും. എൻ്റെ മനസ്സിൽ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് വരുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. പുള്ളിക്കാരന് മുടി ഉണ്ടായിരുന്നു, പക്ഷേ ജവഹർലാൽ നെഹ്റു അത്രയും മുടിയില്ല. അപ്പം പുള്ളിക്കാരന് മുടി ഉണ്ടായിരുന്നു. മറ്റേത് പുന്നമടക്കായൽ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏത്? കോളറ. മലേറിയ, ചിക്കൻ പോക്സ്, ജലദോഷം, ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏത്? കോളറ. നമ്മളിപ്പോൾ ഒരു കോളറില്ലേ, ഷർട്ടിൻ്റെ കോളർ പറയില്ലേ, ഷർട്ടിൻ്റെ കോളറിൽ ഏറ്റവും കൂടുതൽ അലക്കേണ്ട വരിക, വെള്ളം ഇട്ട് നല്ലപോലെ സോപ്പിട്ട് അലക്കേണ്ടി വരുന്ന കോളറിലാണ് ഷർട്ടിൻ്റെ. അതുകൊണ്ടാണ് വെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്ന് പറയുന്നത് കോളറ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡ്. ഇതുകൊണ്ടാണ് പറയുന്നത് രാത്രി സമയങ്ങളിൽ നമ്മൾ തൈര് കുടിച്ചിട്ട് കിടക്കരുതെന്ന്. തൈരിലും പാലിലൊക്കെ ഉണ്ടാവുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് കുടിച്ചിട്ട് നമ്മൾ രാത്രി കുടിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അംശം ഇരിക്കുകയാണെങ്കിൽ അതവിടെ വെറുതെ ഇരിക്കുകയാണ് ഫുൾ ടൈം. രാത്രി ഉറങ്ങുന്ന ഫുൾ ടൈം അതവിടെ നമ്മുടെ പല്ലിലിരിക്കുന്നു. സോ അവർക്ക് അതെടുത്ത് നല്ലപോലെ ബാക്ടീരിയ ഉണ്ടായി നമുക്കത് നല്ലപോലെ പണിയാൻ പറ്റും നമ്മുടെ പല്ലിൽ, ഫ്രീ ആയിട്ടിരിക്കും നമ്മുടെ. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നു, ഇടയ്ക്ക് വായ കൊപ്പിളിക്കുന്നു, നമ്മൾ വെള്ളം കുടിക്കുന്നു, അപ്പോൾ ബാക്ടീരിയക്ക് അത്രയും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ രാത്രി ഉറങ്ങുമ്പോൾ അവർക്ക് നല്ല സുഖമായിട്ട് അവിടെ കിടന്ന് പണിയെടുക്കാൻ പറ്റുന്നു, നമ്മൾ ശല്യം ചെയ്യില്ല. അതുകൊണ്ടാണ് രാത്രി തൈരും മോരൊന്നും കുടിക്കരുതെന്ന് പറയുന്നത്. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തതെന്ന് വെച്ചാൽ പകരുന്ന രോഗമല്ലാത്തത്, ബാക്കി എയ്ഡ്സ്, മന്ത്, ടൈഫോയിഡ് ഇതൊക്കെയാണെങ്കിൽ പകരും. പക്ഷേ ക്യാൻസർ പകരുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഒരു പകർച്ചവ്യാധി പോലെ എല്ലാവരുടെയും മേത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. ECGയുടെ പൂർണ്ണരൂപം എന്ത്? ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മളോർക്ക് ഓരോരു ഗ്രാഫ് അല്ലേ കിട്ടണേന്ന് അങ്ങനെയൊന്നും കരുതണ്ട. ഇത് ഗ്രാമാണ്, സ്വർണ്ണം അളക്കുന്ന ഗ്രാമാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 45ാമത്തെ ക്വസ്റ്റ്യൻ, പോഷകണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളിൽ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. കറക്റ്റ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ആഹാര സ്വീകരണം, നമ്മുടെ വയറ്റിലോട്ടുന്നു, അത് നമ്മുടെ വയറിലെത്തുന്നു. ആഹാര സ്വീകരണം, അത് എന്നിട്ട് ദഹിക്കുന്നു. ഓരോതിൻ്റേതായ രീതിയിൽ, ഫാറ്റ് വേറെ, പ്രോട്ടീൻ വേറെ, സ്റ്റാർച്ച് വേറെ. സ്റ്റാർച്ച് മാൾട്ടോസ് ആവുന്നു, പിന്നെ അത് ഗ്ലൂക്കോസ് ആവുന്നു. ഫാറ്റ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആവുന്നു. പ്രോട്ടീൻ അമിനോ ആസിഡ് ആവുന്നു. അങ്ങനെ അത് ദഹിക്കുന്നു.
ദഹിച്ച് കഴിഞ്ഞിട്ട് അത് ആഗിരണം ചെയ്യുന്നു നമ്മുടെ ഓരോരോ പാർട്സിൽ വെച്ച്. വെള്ളം ആഗിരണം ചെയ്തത് വൻകുടലിൽ വെച്ച്, പ്രോട്ടീൻസും മിനറൽസും ആഗിരണം നടക്കുന്നത് നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ട്. ഇത് ആഗിരണം ചെയ്തെടുത്തത് അത് അവിടെയാണ് ആഗിരണം ചെയ്തിരുന്നത്, വൻകുടലിലും ചെറുകുടലിലും വെച്ച്. പക്ഷേ എനിക്ക് വേണ്ട പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ ബ്രെയിനിൽ വേണം, ചില കാര്യങ്ങൾ കൈക്ക് വേണം, ചിലത് കാലിന് വേണം, ചിലത് വേറെ മറ്റു പല ബോഡി പാർട്സിന് വേണം. അങ്ങനെയൊക്കെ പല സ്ഥലത്തോട്ടും എത്തിക്കുന്ന ആ ഒരു പരിപാടിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ ആ ചെറുകുടൽ അവിടെ മേടിച്ച് വെച്ചാൽ മാത്രം പോരല്ലോ, ആ ഒരു എല്ലായിടത്തും എത്തിക്കണം ആ ഒരു പരിപാടിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. 46ാമത്തെ ക്വസ്റ്റ്യൻ, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത് പോപ്പി ചെടിയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫസീമ. എംഫസീമ ഇപ്പോൾ അടുത്തായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേൾക്കുന്നുണ്ട്. എംഫസീമ എന്തായാലും ഓർത്തിരിക്കുക കേട്ടോ. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫസീമ. ശരിയായ ജോഡി ഏത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് നിശാന്തതയുള്ളൂ ഇവിടെ. അപ്പോൾ നിശാന്തത. വൈറ്റമിൻ ബി ബെറിബെറി, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. കാണാം. പിന്നെ 50ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്താണുക്കൾ ഏതെന്നാണ്? ശ്വേത രക്താണുക്കൾ. എനിക്ക് ഈ ശ്വേത രക്താണുക്കളെ നമ്മുടെ ശ്വേതയില്ലേ, സിനിമ നടി ശ്വേത, ആ പുള്ളിക്കാരത്തിനാണ് എനിക്ക് നല്ല വെളുത്തിട്ടാണ്. പിന്നെ പുള്ളിക്കാരത്തിയാണെങ്കിൽ നല്ല എന്താ പ്രതിരോധിച്ച് നിൽക്കും പുള്ളിക്കാരത്തി എന്തിലും. അങ്ങനെ ഇങ്ങനെയൊന്നും നിൽക്കുന്ന അയ്യോ വഴിമാറിപ്പോ ഇങ്ങനെ അയ്യോ എന്നെ ഇടിക്കാൻ വന്നല്ലോ എന്നൊന്നും ഓർത്തിരിക്കില്ല. ശ്വേത നല്ല ഇടി വേണമെങ്കിൽ ഇടിക്കാൻ കൊടുത്തോളും, പറയണമെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞോളും. അതാണ് എൻ്റെ മനസ്സിൽ ശ്വേതരക്താണുക്കൾ പ്രതിരോധശേഷി. ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻ ഡ്രൈവറിൻ്റെ ഏതോ ഡ്രൈവറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.